നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് പോണേ നിങ്ങൾക്ക് അറിയാവോ? എവിടെയാണ് പോകുന്നത്? ഇന്ന് നമ്മൾ പോകുന്ന പൊന്മുടി. യെസ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പൊന്മുടിയിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോ നമ്മൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളും അവിടുത്തെ വിശേഷങ്ങളെല്ലാം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, ഡേ നമ്മളിപ്പോൾ നിൽക്കുന്ന വിദ്രയാണ്. ഇവിടെ ഈ റൈറ്റിലോട്ട് കാണുന്ന വഴിയിലേക്ക് പോയാലാണ് നമ്മൾ ISROയിലൊക്കെ പോകുന്നത്. അങ്ങനെ നമ്മളിവിടെ നേരെ അങ്ങോട്ട് പോവാണ് പൊന്മുടിയിലേക്ക്. ഫ്രണ്ട്സ്, തൊളിക്കോടുള്ള പള്ളിയാണ്. ഫ്രണ്ട്സ്, നല്ല രസമുണ്ട് അതിനെ കാണാൻ വേണ്ടി. ബ്ലൂ കളർ. ഫ്രണ്ട്സ്, നമ്മൾ പോകുന്ന വഴി കാണുന്ന ഓരോരോ മലകളാണ് കേട്ടോ ഇത്. ഇവിടെ ഈ സ്ഥലം എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു ഭയങ്കര പ്രകൃതി രമണീയമായ ഓരോ സ്ഥലങ്ങളാണ്. നല്ല നല്ല സീനുകളൊക്കെ നമ്മൾ ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണാറുണ്ട്. മേഘങ്ങളും മലകളും പിന്നെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമൊക്കെ. അങ്ങനെ നമ്മൾ കാണും. പല ഒരുപാട് മലകൾ നമ്മൾ കണ്ടു. പക്ഷേ എല്ലാം നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താക്കത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് എടുത്തുള്ളൂ ഫ്രണ്ട്സ്. നല്ല രസമാണ്. നമ്മൾ ഒരുപാട് പ്രാവശ്യം പൊന്മുടി പോയിട്ടുണ്ട്. ഇന്ന് നമ്മൾ പൊന്മുടി പോയപ്പോൾ ഒരു എന്താ പറയുക പ്രത്യേകതയുണ്ട്. നിങ്ങൾ വീഡിയോ കാണുക. പിന്നെ മീൻമുട്ടി വാട്ടർഫോൾസ് അവിടെയൊക്കെ. പക്ഷെ അവിടെ നമ്മൾ പോയിട്ടില്ല ഇന്ന്. രസമാണ് കണ്ടോ, കോട താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ടോ. നല്ല വൈബാണ്. എനിക്ക് തോന്നുന്നു ഇത് കല്ലാർ ഭാഗമാണ്. ഈ ഒരു കമ്പി വെരിയസ് ഇത് കല്ലാറാണ് ഫ്രണ്ട്സ്. ഇങ്ങനെ കോട മഞ്ഞൊക്കെ ഇങ്ങനെ താഴെ ഇറങ്ങി നിൽക്കുന്നു. നിങ്ങൾ നോക്കുക, വഴിയെ വരുന്നുണ്ട് ഓരോന്നും. ഇത് നമ്മുടെ കല്ലാറാണ്. നമ്മൾ അങ്ങോട്ട് പോകുമ്പം നല്ല കല്ലൊക്കെ ഉരുണ്ട് കിടന്ന് നല്ല കുറച്ച് വെള്ളം പോകുന്നൊരു കല്ലാറാണ്. നിങ്ങൾ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങളൊരു ഫീഗറിനായ ഒരു കല്ലാറിനെ നിങ്ങൾ കാണും. യെസ്. അപ്പം നിങ്ങളത് ഒന്ന് നോക്കിയിരിക്കുക ഫ്രണ്ട്സ്. ഒന്ന് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മൊത്തം കാണുക. ഇത് നമ്മളിതേ പൊന്മുടിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിത് തിരിഞ്ഞു. നമ്മൾ മുൻപ് വന്ന സമയത്ത് ഇവിടെയൊക്കെ റോഡ്, അതായത് വിദ്ര ഇങ്ങോട്ട് വന്ന റോഡൊക്കെ പണി നടക്കായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. അധികം വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങളിതേ ഇപ്പം ഇവിടെ ചെക്ക് ചെയ്യുന്ന ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്, അതിലൊക്കെ കാര്യമൊന്നുമില്ല ഫ്രണ്ട്സ്. ഇവിടെ നമ്മൾ ഓല വെച്ചുണ്ടാക്കിയ ഒരു സംഭവം കണ്ട്, വീഡിയോ പോലത്തെ സംഭവം. അങ്ങനെ ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കുന്നത്. അവരെ വണ്ടിയിലെത്താറുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിതേ ഇതിൻ്റെ അകത്തേക്ക് എൻട്രിയിലേക്കാണ്. ഇനി കുറച്ചുകൂടെ പോകുമ്പോഴാണ് ഹെയർ പിൻ. അങ്ങനെ നമ്മൾ കയറി വരുന്ന സമയത്ത് നല്ല കോട ഉണ്ടായിരുന്നു. നല്ലത് തന്നെ ചെറുതായിട്ട്. അങ്ങനെ ഞാൻ കൈയൊക്കെ പുറത്തിട്ട് ഇങ്ങനെ കാറ്റൊക്കെ ആസ്വദിച്ചു. തണുത്ത കാറ്റ്. ആദ്യമായിട്ടാണ് ഞാൻ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ കോട ഇറങ്ങുന്ന ടൈമിൽ പൊന്മുടി പോകുന്നത്. പിന്നെ ഫ്രണ്ട്സ്, പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ കുളങ്ങന്മാരെയോ അങ്ങനെ ജീവികളൊന്നും കണ്ടില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഓരോരുത്തരെ കാണുന്നുണ്ട് വഴിയിൽ വെച്ച്. ഫ്രണ്ട്സ്, നമ്മളിതേ പോകാൻ പോണ വഴി ഇതാണ്. ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ ശ്രദ്ധിച്ചതേ ഉള്ളൂ. ഇതനുസരിച്ചായിരിക്കും നമ്മൾ പോകാൻ പോണത്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. എത്രാമത്തെ ഹെയർ പിന്നെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. നമ്മൾ 4 എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. 4 ഏഴെട്ടെണ്ണാവും നമ്മളിപ്പം. മഴ പെയ്യുന്നുണ്ട് ഫ്രണ്ട്സ്. ഇത് നമ്മൾ 10ാമത്തെ ഹെയർ പിന്നിൽ എത്തിയിരിക്കുകയാണ്. 10 ഫ്രണ്ട്സ്, 10ാമത്തെ ഹെയർ പിന്നെ കഴിഞ്ഞോളെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ചായ കുടിക്കണം, നല്ല ചൂട് ചായ കുടിക്കണം എന്ന് പറഞ്ഞാണ് പോയത്. അങ്ങനെ ചായ ചെറിയ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ തണുപ്പത്ത് നല്ല ചൂട് ചായ കുടിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ കയറിപ്പോയത്. ഞാൻ ഒഴിച്ച് എൻ്റെ കൂടെ, ഞാനും പപ്പു ഒഴിച്ച് എൻ്റെ കൂടെ, നമ്മളെ കൂടെ എല്ലാവരും ടീ ലവേഴ്സാണ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ വഴിയിൽ വെച്ചൊരു വാട്ടർഫോൾ, ഉമ്മിണിക്ക വാട്ടർഫോളിനെ നമ്മൾ കണ്ടുമുട്ടി ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നിർത്തി നമ്മൾ കുറച്ച് ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ഒരു നല്ല സീനുണ്ടായിരുന്നു. അങ്ങനെ നിർത്താൻ പറ്റത്തില്ല, കാരണം വണ്ടികളൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കയറിപ്പോയി ഫ്രണ്ട്സ്. ഇവിടെ ഭയങ്കരമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. ഇടയ്ക്കിടയ്ക്ക് കുറയും, ഇടയ്ക്ക് നല്ല കൂടും. അതുകൊണ്ട് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞതായി വീണ്ടും. ഫ്രണ്ട്സ്, നമ്മൾ വലിയ കാര്യമായിട്ട് മരിച്ചിനിയും ബീഫും, അതായത് കപ്പയും ബീഫും ഒക്കെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വരികയാണ്. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ വണ്ടിക്കകത്തിരുന്ന് തന്നെ കഴിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവിടെ ഒരു കൂടാരം അങ്ങനത്തെ സാധനം ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്, അതിലൊന്ന് കഴിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഫ്രണ്ട്സ്, നിങ്ങളീ കാണുന്നത് പൊന്മുടിയിലെ തേയിലത്തോട്ടമാണ്. ഇവിടെയും ഇതേക്ക് കുറച്ച് തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. ഇപ്പൊ ഫ്രണ്ട്സ്, നമ്മള് 17ാമത്തെ ഹെയർ പിൻ ആയപ്പോ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്.
ചായ കുടിക്കണോ വേണ്ടെന്ന ഡൗട്ട്. ഇവിടെ നല്ല വാട്ടർഫോൾ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതാണ് ആ വാട്ടർഫോൾ. മുകളിൽ ഉണ്ട്. നല്ല രസമാണ്. പുറത്തിറങ്ങാൻ വേണ്ടി പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം വീഡിയോ എടുക്കാമായിരുന്നു. നല്ല മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് വെളിയിറക്കാൻ വേണ്ടി പറ്റിയില്ല. ഫ്രണ്ട്സ്, നമ്മൾ കുട എടുത്തില്ല, ഇല്ലെങ്കിൽ എടുക്കാമായിരുന്നു. ഫ്രണ്ട്സ്, ഞാൻ പഴംപൊരി, അച്ഛൻ മഞ്ഞ കേക്ക്, പപ്പു വട കഴിച്ചോക്കട്ടെ. അമ്മ പഴംപൊരി. ചായ ഉണ്ടാകുന്നു. ഫ്രണ്ട്സ്, സൂപ്പർ പഴംപൊരി, സൂപ്പർ വടയും. ചൂടില്ലെന്നേ ഉള്ളൂ, കൊള്ളാം. കഴിച്ച് എനിക്ക് കാണാം. തേയില. ഫ്രണ്ട്സ്, ഇത് 3 മണിയാണ്ടായുള്ളൂ, പക്ഷെ ഇവിടുത്തെ ഇരുട്ടാണ്. അടുത്ത ഹയർ പിന്നിലേക്ക് കയറാൻ പോകുന്നു. അയ്യോ, മഴയുണ്ടല്ലോ. ഫ്രണ്ട്സ്, ഇത് നമ്മൾ മഴ ടൈമിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. നമ്മൾ പോയത് അബദ്ധമായി പോയെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഇത് ഒരുപാട് ദിവസം കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ഈ ലാൻഡ് സ്ലൈഡൊക്കെ വന്നു, എന്തൊരു പേടിയായിരുന്നു. നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ഒരുപാട് മഴയൊക്കെ ആയ ടൈമിലല്ലേ നമ്മൾ പോയത്. പിന്നെ ആലോചിച്ചപ്പോഴാണ് അതിനെക്കുറിച്ചൊരു പേടി തോന്നിയത്. അപ്പോൾ ഈ ഒരു ടൈമിൽ പോകുന്നത് ഇത് നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഫ്രണ്ട്സ്, നിങ്ങൾ കയറി പോകുന്നവരെ നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹോണൊക്കെ അടിച്ചിട്ട് കയറി പോവുക. പിന്നെ ഇത് ഇവിടുത്തെ അമ്പലമാണ്. ഹോൺ അടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചില സമയത്ത് നല്ല കോടയൊക്കെ കാണും. അപ്പം വരുന്ന വണ്ടി നമുക്ക് ഓപ്പോസിറ്റ് സൈഡ് കാണാൻ പറ്റത്തില്ല. ഇപ്പോൾ തന്നെ ഈ വീഡിയോയിൽ നല്ല മഞ്ഞുണ്ട്, പക്ഷേ അത് നമ്മുടെ ഫോൺ വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് ഇങ്ങോട്ട് നല്ല ക്ലിയർ ആയിട്ടാണ് ഫോണിൽ കൂടെ കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മളെ കണ്ണിൽ കുറച്ചുകൂടെ നല്ല നല്ല കോടയായിട്ട് നല്ല ഫോഗായിട്ട് നിൽക്കുന്നത് സംഭവം. നമുക്ക് ഫോഗിലാകുമ്പോൾ കണ്ട്. അപ്പോൾ നമ്മളത് കത്തിച്ചൊക്കെയാണ് പോയത്. ഇത് കണക്ക് വണ്ടികളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും, നമ്മൾ അറിയത്തില്ല. സോ നമ്മൾ സേഫായിട്ട് പോവുക. പിന്നെ ഫ്രണ്ട്സ്, ഈ കാണുന്നതാണ് ഇവിടുത്തെ ഇങ്ങനെ അടുത്തടുത്ത് കടകളിരിക്കുന്ന ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. വേറെ എങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മാങ്ങയും പിന്നെ നെല്ലിക്കയൊക്കെ വാങ്ങാൻ വിചാരിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച് തിരിച്ച് വരുമ്പോഴത്തേക്ക് വാങ്ങാം. അങ്ങനെ നമ്മൾ അങ്ങനെ പോവാണ്. ഇവിടെ അതിന് മറ്റേതിനേക്കാളും താഴത്തേക്കാളും കുറച്ചുകൂടെ മഞ്ഞ് ഇവിടെ ഉണ്ട്. അപ്പം നിങ്ങൾ തുടർന്ന് കാണുക ഫ്രണ്ട്സ്. എൻ്റെ പൊന്നു ഫ്രണ്ട്സ്, എനിക്കിതാ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഇറങ്ങിക്കൊള്ളാൻ വയ്യ. പക്ഷെ നമ്മൾ വണ്ടി നിർത്തിയില്ലായിരുന്നു. എൻ്റെ പൊന്നു, ഭയങ്കര മഞ്ഞ്. ഈ കണക്കിന് പോയി എൻ്റെ കൈ സ്നോ കിട്ടി ഞാൻ തുള്ളിവെള്ളം വെച്ചിട്ടില്ല. കളിച്ച് കളയും ഫ്രണ്ട്സ്. അതേ കണക്ക് കൈയും കാലും പിരിവെടുത്തിട്ട് കണ്ടപ്പോഴത്തേക്ക് ഇത്രയും മഞ്ഞ് കണ്ടപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇത്രയും മഞ്ഞ് കാണുന്നത്. അതായത് നമ്മളാ കളിക്കുന്ന വാരിയെടുത്ത് കളിക്കുന്ന മഞ്ഞല്ല, അല്ലാതെ ഇങ്ങനത്തെ മൂടൽ മഞ്ഞ്. അങ്ങനെ ഈ ഒരു വ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. ജസ്റ്റ് ചുമ്മാ ഒന്ന് എടുത്തതാണ് ഫ്രണ്ട്സ്. പക്ഷെ നല്ലൊരു വ്യൂ ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റിൽ അറിയിക്കണേ ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടോ നല്ല മഞ്ഞുണ്ട് ഇവിടെ. നമ്മളിവിടെ എത്തിയപ്പോൾ ലൈറ്റ് ഇട്ടു. ഫ്രണ്ട്സ്, ഇവിടെ എത്തിയപ്പോഴാണ് പപ്പുവിന് തിരിച്ചു പോകാൻ വന്നൊരു തോന്നലുണ്ടായത്. അതായത് മഞ്ഞുമാണ് മഴയാണ്, ഇനി ഇറങ്ങാൻ ഒക്കില്ലെന്ന് തോന്നിയിട്ട് ചെറിയ പേടിയുണ്ട് പപ്പുവിന്. നമുക്ക് തിരിച്ചു പോകാച്ചാന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ നമ്മൾ ഇതുവരെ വന്നേല. അങ്ങനെ നമ്മൾ എന്തായാലും പോവാം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളിനി കുറച്ചുകൂടെ പോയാൽ അവിടെ എത്തുന്നതാണ്.
അനിയനായിട്ട് രാത്രി മഞ്ഞൊന്നും കാണൂലേ? ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കേട്ട പോലെ പപ്പുവിന് എനിക്ക് പല പല ഡൗട്ടും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ ചോദിക്കുമ്പോഴൊക്കെ അതിൻ്റെ ഡൗട്ടൊക്കെ അറിയാമെന്നുള്ളതൊക്കെ ഞാൻ തീർത്തു കൊടുത്ത് അമ്മയും അമ്മച്ചനും അമ്മമ്മയും എല്ലാവരും തീർത്തൊക്കെ കൊടുത്തിട്ട് നമ്മളിതേ അവിടെ എത്താറായി. ഇനി കുറച്ചുകൂടെ പോയി നമുക്ക് എത്തും. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെത്തി, പാർക്കിംഗ് എത്തി. ഇവിടെ അങ്ങോട്ട് ഫ്രണ്ട്സ്, നമ്മളിവിടെ എത്തിക്കഴിഞ്ഞു. എന്താ വായിൽ മാങ്ങ കളയണം. ഫ്രണ്ട്സ്, ഭയങ്കര മഞ്ഞും ഭയങ്കര മഴയാണ്. നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങിക്കൊള്ളാൻ വയ്യ. കാരണം ആദ്യത്തിന് ഇത്രയും മഞ്ഞ് കാണുന്നത് പൊന്മുടി വന്നതിന് ശേഷം. നമ്മൾ എപ്പോഴും വരുമ്പോ നല്ല ചൂടൊക്കെ ആയിരിക്കും. ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഭയങ്കര മഴ, ഭയങ്കര മഞ്ഞ്. പാറയുടെ വണ്ടിയൊന്നും കയറാക്കൊന്നും തോന്നണില്ല ഇന്ന്. എല്ലാരും പോകുന്നുണ്ട്. നമ്മള് കൊട എടുക്കാനും മറന്നുപോയി ഫ്രണ്ട്സ്. മഴ ഇപ്പൊ തോന്നു. ഇനിയിപ്പൊ വീണ്ടും കൂടും. ഫ്രണ്ട്സ്, ഞാൻ ഇറങ്ങി ഫ്രണ്ട്സ്. അയ്യോ എൻ്റെ പൊന്നോ, ഭയങ്കര മഞ്ഞ. അയ്യോ, അടുത്ത് മഴ വീണ. ഫ്രണ്ട്സ്, നല്ല ഇടിയുണ്ട്. ഇച്ചിരി കുറവുണ്ട്. പരസ്പര മോഹങ്ങൾ കാണാം. ഇടിയൊക്കെ അവ സൈഡിൽ കൂടെ പോവും. അമ്മക്ക് അവിടെ അവിടെ ആലോചിക്കുന്നുണ്ടാ മുകളില്? അവിടെ ആള് നിൽപ്പുണ്ട് ഫ്രണ്ട്സ്. നമുക്കിപ്പോ പോവാം. പപ്പ ഇവിടെ എത്തിയപ്പോൾ ഡ്രസ്സ് മാറ്റി ഫ്രണ്ട്സ്. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് വരാം. ഓ പൊളി ഫ്രണ്ട്സ്, തണുത്ത കാറ്റ്. മോഹമൊക്കെ തണുക്കുന്നു. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല. ഈ പുക ഇങ്ങനെ പറക്കുന്നത്. ഫ്രീസർ നമ്മൾ തുറക്കത്തില്ലേ, അപ്പം ആ കാണുന്ന ഒരു പുകയുടെ ആ ഒരു തണുപ്പ്, ഇതൊക്കെ സീൻ കണ്ട ഫ്രണ്ട്സ്. ഇവിടെ തെന്നിയും തെറിച്ച് മഴ പെയ്യുന്നുണ്ട്. എൻ്റെ പൊന്നോ, ഇത് കുറഞ്ഞു കേട്ടോ. നമ്മൾ വന്നതിന് ശേഷം നല്ലോണം കുറഞ്ഞു, നല്ലോണം. മഴ പെയ്യുന്നു. ഞാൻ പോട്ടെ. എങ്ങനെയുണ്ട് പപ്പു? എടാ പറയടാ, എങ്ങനെയുണ്ട്? പപ്പു ഫ്രീസറിൻ്റെ അകത്തിരിക്കുന്ന ചിക്കനാണ് ഫ്രണ്ട്സ്. ചിക്കൻ പപ്പു. നല്ല ഫ്രണ്ട്സ്, നമ്മളെ വീടിൻ്റെ ഇവിടെ മഴ പെയ്തിട്ട് എത്ര ദിവസമായെന്നറിയോ?
അങ്ങനെ നമ്മൾ ഇവിടെയും അതേ കണക്കായിരിക്കും, അത്ര വലിയ മഴയൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് അടിമുടി തെറ്റി ഫ്രണ്ട്സ്. ഇവിടെ ഒതുക്കത്തെ മഴ, ഒന്ന് ഇറങ്ങി ഒന്ന് ആസ്വദിക്കാൻ പോലും പറ്റിയില്ല ഫ്രണ്ട്സ് ആ മഞ്ഞിനെ. അങ്ങോട്ടൊക്കെ ഒരുപാട് ഹില്ലൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കയറി നടന്ന് കാണാനും നല്ല നല്ല ട്രക്കിങ്ങുകളൊക്കെ ആയിരുന്നു ഫ്രണ്ട്സ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പോലും പറ്റിയില്ല. ഭയങ്കര സങ്കടമായിപ്പോയി ഫ്രണ്ട്സ്. കാരണം ഇത്ര നാൾ വന്നിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ ഇങ്ങനെ നല്ല ഇത് വന്നപ്പോഴത്തേക്ക് ഇറങ്ങാനും പറ്റിയില്ല. എന്താ രസം. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ അവിടെ നിന്നതിന് ശേഷം പിന്നെ ഒരു ജസ്റ്റ് ഒന്ന് മഴ തോന്നുന്ന സമയത്ത് നമ്മൾ കാറിൻ്റെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോഴത്തേക്കും മഞ്ഞൊക്കെ ഒന്ന് കുറഞ്ഞു വരുന്നുണ്ട് സംഭവം, പക്ഷെ മഴ കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാൽ മഴ കൂടും, കണ്ടോ അവിടെ നല്ലോണം കുറവുണ്ട് മഞ്ഞൊക്കെ. ഇനി ഇവിടെ നിന്നാൽ മഞ്ഞ് കുറയും, പക്ഷേ മഴ കൂടുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ഞാനും പപ്പും അച്ഛനും കൂടെയൊക്കെ വഴക്കായി ഫ്രണ്ട്സ്. അങ്ങനെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വന്നിടക്കെല്ലാം അങ്ങോട്ട് പോയപ്പോൾ എനിക്കും പപ്പും നാഗം മുക്കില്ലായിരുന്നു. കാരണം നമ്മൾ വഴക്കൂടിയിട്ടാണ് അങ്ങോട്ട് പോയത്. കാരണം നമുക്ക് ഇത്തുകൂടി നേരെ ഇവിടെ ഇരിക്കണമുണ്ടായിരുന്നു, പക്ഷേ ഇവർക്ക് ആർക്കും താല്പര്യമില്ല. അങ്ങനെ നമ്മൾ വഴക്കൂടി ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മളൊന്ന് ഇറക്കി കാണിച്ച് പെട്ടെന്ന് കയറി നമ്മൾ വരികയും ചെയ്തു ഫ്രണ്ട്സ്. നമ്മൾ മാങ്ങ വാങ്ങിച്ചു. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒരുപാട് കടയുള്ള സ്ഥലം കാണിച്ചില്ലേ, അത് എത്തും കുറച്ച് മുമ്പ് ഒരു ആൻറ്റി കുടയൊക്കെ പിടിച്ചിട്ട് മാങ്ങ പൈനാപ്പിൾ ഇതൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടത് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് വേണമെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ മാങ്ങ വാങ്ങിച്ചു. അത് വാങ്ങിച്ചപ്പോൾ എൻ്റെയും പപ്പുവിൻ്റെ വിഷമങ്ങളൊക്കെ മാറി. പിന്നെ നമ്മൾ ആഹാരം കണ്ട പിന്നെ നമ്മൾ വിഷമിച്ച് കഴിയില്ല ഫ്രണ്ട്സ്, നമ്മൾ കഴിച്ച വിഷമം തീർക്കണം. അങ്ങനെ അതാണ് എൻ്റെ പോളിസി. അങ്ങനെ ഫ്രണ്ട്സ് ഞാനത് കഴിച്ചു. അപ്പോൾ എൻ്റെ വിഷമങ്ങളും പപ്പുവിൻ്റെ വിഷമവും മാറി. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിയാണ് ഫ്രണ്ട്സ്. അവിടെ ഇരിക്കുന്ന കൊടുക്കുന്ന നോക്ക് കൈ കെട്ടിയിരിക്കണ്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ പോകുന്ന വഴിക്ക് കുരങ്ങന്മാരെ കണ്ടു. ദേ ഈ ഒരു വാട്ടർഫോൾ കണ്ടു. ഫ്രണ്ട്സ് നമ്മൾ ഇങ്ങോട്ട് കയറുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു നമ്മളൊരു വാട്ടർഫോളിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു, ഒരു വലിയ വാട്ടർഫോളെന്ന്. അത് ഈ സ്ഥലത്താണ് ഫ്രണ്ട്സ്. ഏകദേശം നമ്മളത് നിർത്തി കുറച്ച് നേരം കാണുകയും ചെയ്തായിരുന്നു. അത് നമ്മൾ പോയപ്പോൾ അതേ ലാലയുടെ സ്റ്റൈലിൽ നമ്മളെ KSRTC ബസ് വരുന്നു. ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്താണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫ്രണ്ട്സ്. നിങ്ങൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത് കല്ലാറിൻ്റെ വേറൊരു മുഖമാണ് ഫ്രണ്ട്സ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പാവമായിരുന്ന കല്ലാർ ഇപ്പോൾ നല്ല ഭീകരനായി ഇരിക്കുകയാണ്. ഇത് ഡേഞ്ചറസ് റിവറാണ് ഫ്രണ്ട്സ് കല്ലാർ. പെട്ടെന്ന് വെള്ളം ഇറങ്ങും ഇവിടെ ഫ്രണ്ട്സ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന കല്ലാർ എക്കോ ടൂറിസമാണ്. അതിൻ്റെ വീഡിയോസ് നല്ലോണം കിട്ടിയിട്ടില്ല. അതേ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള വഴി കൂടെ പോയി എക്കോ ടൂറിസം എത്താം. അവിടെ നല്ല ട്രക്കിങ് നല്ല കാര്യങ്ങൾ ഒരു വാട്ടർഫോളൊക്കെ ഉണ്ട്. സമ്മർ ടൈം ആണെങ്കിൽ അവർ അടുത്ത് പോയി കാണാൻ സമ്മതിക്കും. അപ്പോൾ നിങ്ങളിവിടെ വന്ന് നോക്കണേ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണുന്നില്ല ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ നിങ്ങൾ അവർക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കപ്പയും ബീഫൊക്കെ കുഞ്ഞേരെ വീഡിയോ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരണം. ടാറ്റാ.